കുറച്ച് ദിവസമായില്ലൊരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഇത്തിരി കൂടുതൽ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ചിക്കൂസിനെ സ്കൂളിൽ പറഞ്ഞയച്ചിങ്ങായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കാട്ടാ. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോൾ ദീപു ചേട്ടൻ പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചുകൊണ്ടുവന്ന് ചാള കുറച്ച് വാങ്ങിച്ചോളൂ. അപ്പം ഞാൻ ഓർത്ത് അത് വറുക്കാൻ വെച്ചിങ്ങായിട്ട് സാമ്പാർ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തെ ചിക്കൂസിൻ്റെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് സാമ്പാർ കാച്ചാൻ വേണ്ടിയിട്ട് ഉണക്കമുളക്, വേപ്പില, കടുകൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് ഉലുവ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉലുവ ഞാൻ കാണിച്ചില്ല, ഞാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആ ഉലുവ ഇട്ടിട്ടുണ്ട്, ദേ കിടന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് എൻ്റെ ഒരു കള്ള സാമ്പാറായിട്ടത് നിങ്ങളൊന്നും പഠിക്കേണ്ട, കാരണം ഇത് നേരം തീരില്ലാത്ത ആൾക്കാർക്ക് പറ്റുന്ന ഒരു സാമ്പാർ. എൻ്റെ പീക്കു കിടന്ന് കരഞ്ഞ് ബഹളം വെക്കണതിന് മുന്നേ എനിക്ക് കറിയൊക്കെ വെക്കണ്ടേ. അപ്പം ഞാനെങ്ങനെയാണ് സാമ്പാറൊക്കെ വെച്ചാൽ ഉണക്കമുളക്, കടുക്, ഉലുവ, വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടുക് വറുത്തിട്ട് അതിലോട്ട് സാമ്പാർ പൊടി ഇടാറാണ് പതിവ്. എല്ലാവരും പറയും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, സാമ്പാർ കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ എനിക്കിഷ്ടമായിട്ടാണ്, ഞാനിങ്ങനെ തന്നെയാണ് വെക്കാറ്, എനിക്ക് ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ വെച്ചുകൊണ്ട് പറയലാട്ടാ, എനിക്ക് എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനെന്ത് ചെയ്ത് സാമ്പാറൊക്കെ സെറ്റാക്കി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കട്ട പിടിച്ചോന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലൂബിക്കൊക്കെ കിട്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ഈ കുട്ടൻ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പായിരുന്നേ. ദീപ്ചാൻ എന്നും പറയാം അതും എടുത്ത് എന്തെങ്കിലും ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ അച്ചാറിടാൻ വേണ്ടി സെറ്റാക്കിയപ്പോൾ ഈ അപ്പുറത്ത് മീൻ കുട്ടന്മാരെ വറക്കണമുണ്ട്. അങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ട് വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിങ്ങായിട്ട് ഒരു അച്ചാറിട്ടു. അച്ചാറിടണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, പീക്കു നല്ല ബഹളമായിരുന്നു ആ നേരത്ത്. അപ്പോൾ പീക്കുവിനെ സെറ്റാക്കി ദീപുവിൻ്റെ കൊടുത്തിട്ടാണ് ഈ പണി നോക്കണം. അച്ചാർ എങ്ങനെയുണ്ട് കാണാൻ, തിളയ്ക്കണുള്ളൂ കേട്ടോ, അതിന് വറ്റി കുറുകിയൊക്കെ വരണം. പുറത്ത് നല്ല വെയിൽ, 2 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ വെയിൽ കാണുമ്പോൾ ആർക്കായാലും സന്തോഷം ഉണ്ടാവില്ല, ആ സന്തോഷമാണ് എനിക്കും. അങ്ങനെ ദീപൂസിന് ചോറ് കൊടുത്ത് ദീപൂസിന് പോകാൻ വേണ്ടി നേരമായി. ചോറൊക്കെ കൊടുത്ത് മീൻ വറുത്തതും സാമ്പാറും അച്ചാറും മോരും ചിക്കൂസിൻ്റെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി കൂട്ടി ദീപൂസ് ചോറുന്നു കിട്ടുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ചിക്കൂസിന് ഏകാദശിക്ക് പോയപ്പോൾ അവിടെ നിന്ന് ബ്രൗണി, ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണി കഴിച്ചൊന്നും പറഞ്ഞിട്ട് എന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറയില്ല. അത് ഞാൻ ഇന്ന് തട്ടിക്കൂട്ടി ഒന്നും ഉണ്ടാക്കിയിട്ടാണ്. ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ പണികളാണ് ഈ കാണുന്നത്. ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ അത് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ചാർ ചൂടാറിയപ്പോൾ ബോട്ടിലൊക്കെ ആക്കി വെച്ച്, എന്താ പറയുക, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ അച്ചാർ, അതിൻ്റെ ഒരു അഹങ്കാരമായിരിക്കും എനിക്കിങ്ങനെ പറയുമ്പോൾ കേട്ടോ. മറ്റേ ജാതിക്ക അച്ചാറും ഇട്ടിട്ടുണ്ട്. ജാതിക്ക അച്ചാർ അതിന് 2 ദിവസം മുന്നിട്ടത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഉമ്മറത്ത് വന്നിരിക്കാം. ചിക്കൂസിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരത്താണ് 2 ദിവസമായിട്ട് എൻ്റെ പൂക്കളൊക്കെ മഴ കൊണ്ട് ഇങ്ങനെ വീണ് കിടക്കായിരുന്നു. എല്ലാവരും നിവർന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം വേറെ ഉണ്ടാ. നിത്യകല്യാണി എന്നും ശവനാറി എന്നൊക്കെ പറയുന്ന പൂക്കളൊക്കെ ആയിട്ട് എൻ്റെ വെറൈറ്റി കുറേ കളറുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ നോക്കാൻ പറ്റാത്ത കാരണം അവരൊക്കെ ഒന്ന് ഈ ശോഷിപ്പിലാണ്. റോസാപ്പൂക്കളൊക്കെ കണ്ടില്ല. അതിനിടയ്ക്ക് പീക്കൂസ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി മറിയുന്നുണ്ട് കേട്ടോ. അവള് ചെരുപ്പിടാത്ത എനിക്ക് പേടിയായി, അവിടെ മുള്ളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ആളെ വിളിച്ചപ്പോൾ ആളതേ പൈപ്പിൽ കളിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സപ്പോർട്ട നിർത്തുമ്പോൾ കുറച്ച് സപ്പോർട്ട കുഞ്ഞന്മാരുണ്ടായിട്ടുണ്ട്. 2-3 പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഷേക്ക് അടിക്കാനായിട്ട്. അങ്ങനെ സപ്പോർട്ടാണ് നോക്കുമ്പോൾ അതിന് വേഗം ആവട്ടെ എന്ന് വിചാരിച്ചതായിട്ട് എല്ലാവരോടും പറഞ്ഞ് വേഗം വലുതാവട്ടെ, എൻ്റെ മക്കൾക്ക് എനിക്ക് ഷേക്ക് അടിച്ച് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് നോക്കി. അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരത്തി എനിക്ക് സ്നേഹത്തോടെ തന്നതാട്ടെ ഈ ശംഖുപുഷ്പത്തെ. ഞാൻ ചോദിച്ചതായിട്ട് അപ്പോൾ അവൾ തന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ അതിലൊരു കുഞ്ഞ് ഞെട്ടിപ്പോയി. ഇത്ര ചെറുപ്പത്തിൽ ഇത് പൂട്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് സന്തോഷമായിട്ടാണ്. അങ്ങനെ ഞാൻ നാളേക്കുള്ള മുട്ടക്കണ്ട് പീക്കൂസിനെ വിളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴുണ്ട് അവള് പൈപ്പൊക്കെ തുറന്ന് നനഞ്ഞ് ചീഞ്ഞ് വന്നേക്കാണ്. ഞാൻ പറഞ്ഞു വാ ഡ്രസ്സ് മാറ്റിത്തരാന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോ എന്നും പറഞ്ഞിട്ടാണ് പോണത് നീ കളിക്കാനായിട്ട്, എന്നെ ചീത്തയും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ടും ആൾ വരണില്ല. ആൾ നല്ല കളിയിലാണ് അവളുടെ വണ്ടിയും ഇരുന്നിട്ട്. അങ്ങനെ വേണ്ട അപ്പോൾ അവൾ പോണു ടാറ്റ, അമ്മനെ പൊക്കോളാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളെ നോക്കിയിട്ട് മണ്ണിലോട്ട് ഇറങ്ങിയിട്ട് ആ മണ്ണിൽ കളി. ഞാൻ പാൻറ്റൊക്കെ മാറ്റിക്കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൂസ് വരേണ്ട ഒരു ടാസ്ക്കാണ് മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ല, എത്തിരി നേരമൊക്കെ മണ്ണിൽ ഉണ്ണികൾ കളിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇറക്കും. അങ്ങനെ അവൾ നല്ല കളിയാട്ടാ. പെട്ടെന്ന് ചിക്കൂസിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഓടിപ്പോയി നോക്കിയപ്പോൾ ചിക്കൂസിൻ്റെ വണ്ടി തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൂസ് എടുക്കാൻ എനിക്ക് പറ്റാറില്ല, കാരണം വേറെ ഉണ്ണികളൊക്കെ ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ വീഡിയോ ഒന്നും എടുത്താൽ. ചിക്കൂസിനൊട്ടും ഇഷ്ടമല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ചിക്കൂസ് ദേ വന്ന് ഉമ്മർത്തിരിപ്പായി. അപ്പോഴത്തേക്കും വാവക്കുട്ടി ചെന്നങ്ങായിട്ട് വിശേഷങ്ങൾ ചോദിക്കാട്ടാ. ചിക്കൂസിന് എന്തോ ദേഷ്യത്തിലാണ്, എന്നാലും ചിക്കൂസ് അവളോട് മിണ്ടണമൊക്കെ ഉണ്ട്. എന്തോ വിഷമത്തിലാൾ വന്നത്, ഫ്രണ്ട്സിനായിട്ട് എന്തോ പിണക്കത്തിലായിട്ട്. പക്ഷെ ഞാനതൊക്കെ പറഞ്ഞ് മാറ്റി കൊടുത്തിട്ടാ. കണ്ടില്ലേ മുഖം സങ്കടപ്പെട്ടിരിക്കണ്. പക്ഷെ ഞാൻ അവന് സർപ്രൈസ് വെച്ചിട്ടുള്ളത് അവനറിയില്ലല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ
കഴുകി വന്നപ്പോഴത്തേക്കും ഞാൻ ബ്രൗണി കൊടുത്തു വിട്ടാ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടാണ്. ബ്രൗണിയിൽ ഇടാനായിട്ടുള്ള സ്പ്രിങ്കിൾസ് ഇല്ലാത്ത കാരണം, ഷുഗർ ബോൾസ് ഇല്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് എഡിബിളായിട്ടുള്ള ഗിൽറ്റ് ഉണ്ടായിരുന്നു, അതിട്ട് തേച്ച് പീക്കൂന് കൊടുത്തിട്ട് പീക്കു ടേസ്റ്റ് നോക്കിക്കോട്ടാ. വലിയ താല്പര്യമില്ല, എന്നാലും അമ്മയ്ക്ക് വിഷമമുണ്ടാന്ന് വെച്ചാൽ അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലാസ്റ്റ് അവൾക്ക് ഇഷ്ടമായി. അതൊക്കെ ഇങ്ങനെ ഉടച്ചപ്പോൾ ചിക്കൂസിനോട് ചോദിച്ചു ഞാൻ എങ്ങനെയുണ്ട്, ചിക്കൂസ് സൂപ്പർ എന്ന് പറഞ്ഞു. ചിക്കൂസിനെ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടക്കാൻ ഇറങ്ങൂട്ടാ. 4 മണിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, 4 മണിയല്ല 4:30 ആയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇന്ന് ചിക്കൂസ് ആദ്യമായിട്ട് അവളെ എടുത്ത് നടക്കണുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ ചിക്കൂസ് അവളെ എടുത്ത് നടന്നു. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോൾ പീക്കുവിന് വരാനേ ഇഷ്ടമില്ല. പീക്കു അതുമൂലൊക്കെ കയറാനായിട്ട് വേഗം പോയി ഞങ്ങൾ പിടിച്ചു. തിരിച്ച് വരുമ്പോഴും നല്ല പൊരി വെയിലുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോണ വഴിക്ക് നമ്മളവിടെ ഒരു പുളിര മരമുണ്ട്, ഇരുമ്പം പുളിര മരം. ആ ഇരുമ്പം പുളിര മരത്തിൽ മുന്നൊരു പുളിയൊക്കെ കടിച്ച്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉണ്ട്. അവളെ മുഖം കണ്ടില്ലേ? ഇഷ്ടമായോ കൂട്ടുകാരെ ഇന്നത്തെ